വെൽക്കം ടു luttuz ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ക്രാഫ്റ്റാണ്. ഇതേപോലുള്ള തിക്കായിട്ടുള്ള മെറ്റീരിയലുള്ള ക്യാരി ബാഗ് കുറച്ച് കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്യാം കേട്ടോ. ഇത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്യാരി ബാഗ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. വൺ സൈഡ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാറ്റേൺ വരച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് കവറാണ് എടുത്തിരിക്കുന്നത് ക്യാരി ബാഗ്. അപ്പോൾ ഈ മെഷർമെൻറ്റിലാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ക്രാഫ്റ്റും ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരി ബാഗിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പേപ്പറിൽ വരച്ചെടുക്കാം. നിങ്ങൾ എന്താണ് വരയ്ക്കാൻ പോകുന്നതെന്നായിരിക്കില്ലേ ചിന്തിക്കുന്നത്? വേറൊന്നും അല്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പില്ലോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൺലൈനിൽ ഇതിൻ്റെ വില ഏകദേശം ഒരു 500 രൂപ മുതൽ 700-800 വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവാക്കുന്നത്? നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ക്ലൗഡാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലൗഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് ഞാൻ ആർച്ച് വരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ക്ലൗഡ് റെഡിയാവും. അപ്പോൾ ഈസിയാണ് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ. അപ്പം അതിനാണ് ആദ്യം ക്ലൗഡ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വരച്ചെടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിനെയാണ് കേട്ടോ. ചന്ദ്രൻ ഹാഫ് സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ മൂണും റെഡിയായി. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കാരണം എല്ലാവർക്കും ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു സ്റ്റാറും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പാറ്റേൺ ആണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലെ ക്യാരി ബാഗിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3ഉം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരി ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട്, അതായത് ക്യാരി ബാഗിന് മേലെ വെച്ചതിന് ശേഷം നമ്മൾ പാറ്റേൺ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ആദ്യത്തെ ക്യാരി ബാഗിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുത്തു. പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്യാരി ബാഗ് വരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെന്നോ അല്ലെങ്കിൽ ചോക്ക് പോലുള്ള മെറ്റീരിയലുകൾ ഉണ്ടാവും, അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. മാർക്ക് ചെയ്തതിനെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. വലിയ കവറുകളാണെങ്കിൽ ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഒരുവിധം ചെറിയ ക്രാഫ്റ്റ് ആണല്ലോ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇനി അടുത്ത ക്രാഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ മൂൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മൂണിനെയും കട്ട് ചെയ്തെടുത്തത് ഇതേപോലെയാണ് പീസുകൾ കട്ട് ചെയ്തെടുത്തത്. ഇതിന് ശേഷം ഞാനൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാണ്. അപ്പം ഞാൻ മറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് പാർട്ട് ആണ് ഫ്രണ്ടിൽ വരുന്നത് പോലെ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പം 3 പാറ്റേൺസും റെഡിയാക്കി. സ്റ്റാർ അതേപോലെ തന്നെ നമ്മുടെ 3 ഷേപ്പുകളും റെഡിയായി. സ്റ്റാപ്ലർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധാരണ പിൻ യൂസ് ചെയ്തിട്ടോ ഒന്ന് കുത്തി വയ്ക്കാം. ഇനി നമുക്ക് തെച്ചെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് ഇന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇതേപോലെ 2 ഇട്ടിട്ട് നമ്മൾ ത്രെഡ് നോട്ടിട്ടു. അതിനുശേഷം സൂചി ഉപയോഗിച്ച് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു സൈഡ് ഇതേപോലെ ഇങ്ങനെ കയറ്റി എടുത്തതിന് ശേഷം രണ്ടാമത് റിവേഴ്സ് ഓർഡറിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെഷീനിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എങ്ങനെയാണ് സെക്കൻഡ് സൈഡ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് സൂചി ഒന്ന് കയറ്റി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ ത്രെഡ് വരും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയായി വരും കേട്ടോ. അപ്പോൾ മനസ്സിലാവുണ്ടോ? ഇതേപോലെ വരും. അപ്പം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ചെറിയൊരു പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിടണം. എങ്കിലേ നമുക്ക് അതിനകത്ത് പഞ്ഞി നിറച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ പില്ലോ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ഞി നിറച്ചു കൊടുക്കാനുള്ള കുറച്ച് ചെറിയൊരു ഹോളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ അടിമറിച്ചതിന് ശേഷം, അതായത് സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ
വേണമെങ്കിലും ചെയ്യാം. അപ്പം ഈ ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ അടിമറിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ആ സ്റ്റിച്ച് എല്ലാം പോവുകയും ചെയ്യും. കറക്റ്റ് ഷേപ്പായിട്ടായിരിക്കും നിൽക്കുക. ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എടുക്കാൻ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കാണാൻ ഒരു ഭംഗി കുറവും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇതേപോലെ റിവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എല്ലതും വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് പോയിന്റിങ് ടിപ്സ് ഒക്കെ ഒന്ന് നല്ലതുപോലെ പോയിന്റിങ് ആക്കി കൊടുക്കേണ്ടി വരും. അത് മാത്രമാണ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കറക്റ്റ് ഒന്ന് നല്ലതുപോലെ ഫോൾഡിങ് ചെയ്ത തെച്ച് അവിടെയൊക്കെ നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അതായത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു പഴയ പില്ലോയിലുണ്ടായിരുന്ന പഞ്ഞിയാണ് നിറച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പഴയ സിന്തറ്റിക് സാരിയോ അല്ലെങ്കിൽ ഷോളോ ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫിൽ ചെയ്ത് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഇതേപോലുള്ള ഒരു ക്യാരി ബാഗിന്റെ ക്രാഫ്റ്റ്, ആംഗ്രി ബേർഡ് ക്രാഫ്റ്റ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ ഞാൻ സാരിയാണ് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതേപോലെ പഞ്ഞികൾ നല്ലതുപോലെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ യൂസ് ചെയ്ത്, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതേപോലെ തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് നല്ലതുപോലെ ഫില്ലായി കിട്ടും. കുഞ്ഞു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാഫ് പഞ്ഞി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് പ്രോപ്പറായിട്ട് അസംബിളായിട്ട് അവിടെ തന്നെ നിന്നോളും. ഇതേപോലെ പ്രസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ഈ ഓപ്പൺ ആയിട്ടുള്ള പാർട്ട് നമ്മൾ നേരത്തെ സൂചി നൂല് ഉപയോഗിച്ചതുപോലെ തന്നെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് തെച്ചെടുക്കാം. ഓക്കെ, സാധാരണ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹെമ്മിയാനൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ സുഖമായിരിക്കും. അതല്ല നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ മൂണിവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്തെടുത്ത സ്റ്റാറും ക്ലൗഡും റെഡിയായി. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണും മൂക്കും വായും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടിപൊളിയായില്ലേ? ഈ 3 ഷേപ്പുകൾ മാത്രമല്ലാതെ നിങ്ങളുടെ മക്കൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്തതാണ് ഈ മൂങ്ങ. ഇതും ക്യാരി ബാഗ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 2 വർഷത്തോളമായി ഇത് ചെയ്തെടുത്തിട്ട് മോൻ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ സാരിയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മാത്രമുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ കുഞ്ഞു മക്കളുടെ ബെഡൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും. അപ്പം നിങ്ങളുടെ കുഞ്ഞു മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് പില്ലോ ആണ് ഇഷ്ടമായെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.